എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ബാച്ചിലേഴ്സിനും കുക്കിംഗ് ഒക്കെ തുടങ്ങിയവർക്കും പറ്റിയൊരു വീഡിയോ ആണ്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മുഴുവനെയുള്ള കുറച്ച് മസാലയാണ്. 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1 കഷ്ണം പട്ട, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില കൂടി ചേർക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1 ചെറിയ കുടം വെളുത്തുള്ളി ചതച്ചതുമാണ്. വളരെ ചെറിയ കുടം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരണം പൊടികൾ ചേർക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല. വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല എടുക്കുമ്പോഴാണ് ചിക്കൻ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഗരം മസാല എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോയും നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന മീറ്റ് മസാലയൊക്കെ എടുക്കാം. അപ്പോൾ അതിലൊക്കെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടികളാണ് എപ്പോഴും ഏറ്റവും നല്ലത്. നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ചെറിയ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തക്കാളി ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഒരു ചിക്കൻ്റെ പകുതിയാണ്. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് കുറച്ചുകൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ ഉള്ളിയിൽ ഉപ്പ് കുറച്ച് ചേർത്തിട്ടേ ഉള്ളൂ. ചിക്കനിൽ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാകും. അപ്പം വെള്ളം വെക്കണമെന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പോളം നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ചെറുതീയിലിട്ട് വേണം ആദ്യം ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട്. അതിനുശേഷം തീ ഒന്ന് കൂട്ടി വെക്കാം. ഓരോ ചിക്കൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ എടുക്കും ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ എടുത്തിട്ടുണ്ട്. ആ സമയം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി അടച്ച് വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചാറൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫൈനലി നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം. ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നമ്മൾ ചട്ടിയിലുണ്ടാക്കിയ കറിയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊക്കെ കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റാണ് നമ്മൾ ചട്ടിയിലും ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ കറികൾ ഉണ്ടാക്കുമ്പം. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഇനി മുതൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്